ഹായ് ഗൈസ്, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറയൂ. ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ആലപ്പുഴ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച്. സോ നമ്മൾ രാവിലെ ഇറങ്ങുവാണ്. ഫസ്റ്റ് നമ്മൾ മൂവിക്ക് പോവാണ്. സോ ഫൈനലി നമുക്കിന്ന് വാഴയ്ക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഫസ്റ്റ് മൂവിക്കാണ് പോകുന്നത്. രാവിലെ 11:30 ഷോയ്ക്കാണ് പോണത്. ഓൾറെഡി 11 മണിയായി. വാഴയുടെ റിവ്യൂസൊക്കെ ഞാൻ ഒരുപാട് കണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി റിവ്യൂസൊക്കെയാണ്. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വാഴ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വാഴ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഉറപ്പായിട്ടും പറയാം. ഗായ്സ്, മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ഇനി ഒരു 1 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലവരുണ്ട്, ഞങ്ങൾ ഓടുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ടൈം ആയിട്ടുണ്ട്. ഇപ്പം തന്നെ സിനിമ നല്ല സീനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ തിയേറ്റർ കംപ്ലീറ്റ് ഫില്ലാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങളിതാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുവാണ്. നല്ല തിരക്കായിരുന്നു. മൊത്തത്തിൽ ട്രാഫിക് ജാമിൽ പെട്ട പോലെ ആയിരുന്നു കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ സിനിമ കണ്ടിറങ്ങി. സിനിമ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ചിരിയായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ നല്ല ഇമോഷണൽ ആയിരുന്നു. അതേപോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്രയ്ക്ക് ഫീൽ ആവുന്നത്. സോ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഇവിടെ നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമ്മുടെ തിയേറ്ററിന് തൊട്ടടുത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കടയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല ശാന്തമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഇച്ചിരി ലഞ്ച് ഹെവി ആക്കിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളിത് ആ സിനിമ കണ്ടൊക്കെ ഇറങ്ങി ഫുഡും കഴിച്ചു. ഇനി നേരെ ബീച്ചിലേക്കാണ് പോകണം. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ വാട്ടർഫോളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. സോ ബസ്സിൽ പോവാം. പെട്ടെന്നായിരുന്നു ഗൈസ്, ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ നിന്ന് ബീച്ചിൽ റോഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ നേരെ നമ്മൾ നടക്കുന്നത് ബീച്ചിലേക്ക് പോകണം. ഇവിടെ നേരെ നമ്മൾ നടക്കുന്നത് ബീച്ചിലേക്കാണ്. ക്യാമറയും കൊണ്ട് നടക്കാം. ഈ വെയിൽ കൊണ്ട് എനിക്ക് വെയിലാണെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ചൂട്. സോ നമ്മളിതാ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല വെയിലാണ്. ഇപ്പം വെയിലത്തിറങ്ങിയാൽ നമ്മൾ ചൂടടിച്ച് വെയിലടിച്ച് മുട്ടയിട്ടു. ഞങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ വലിയ കാര്യത്തിൽ അവിടെ നിന്ന് വ്ളോഗൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ബസ് ഉണ്ട്. അപ്പോൾ വ്ളോഗിന്റെ കാര്യങ്ങൾ മറന്നു. പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്യ പോലെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ആലപ്പുഴ ബൈപ്പാസ്. ഇതിന്റെ താഴെക്കൂടെ പോകുന്ന ഈ റോഡിലൂടെ സ്ട്രെയിറ്റ് പോകുമ്പോൾ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. ആൻഡ് ബീച്ചിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ വരുന്ന ഫങ്ഷൻസ്, അതായത് നമ്മുടെ വാട്ടർഫോളും സ്റ്റാളുകളും ഫ്ലവേഴ്സിന്റെ ആ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. എവിടേക്കോ പൈസ കൊടുക്കണം, ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഉള്ളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ കുറച്ച് സ്റ്റാളും സംഭവങ്ങളും ഒരു സൈഡിലുണ്ട്. പിന്നെ ഒരു സൈഡിൽ വാട്ടർഫോൾ വരുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ എന്തോ ഡെക്കറേഷനും. അങ്ങ് അറ്റത്ത് നമ്മുടെ ഇതൊക്കെയാണ്, മറ്റേ ആകാശക്കൊട്ടിലും സംഭവങ്ങളൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഉള്ളിലായിട്ടാണ് നമ്മുടെ വാട്ടർഫോൾ വരുന്നത്. ഇത് അതിൻ്റെ ഒരു ഔട്ടർ കവറേജ് ആണ് കേട്ടോ. ഗൈസ്, നമ്മൾ അപ്പുറം വഴി വന്നപ്പോൾ അവിടെ അല്ല എൻട്രി. അവിടെ വണ്ടർഫാൾസിൽ മാത്രമേ എൻട്രി ഉള്ളൂ. ഈ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ഗാർഡൻ സംഭവത്തിലേക്ക് കയറാനാണ് വിചാരിക്കുന്നത്. അപ്പം അത് തപ്പി നടക്കുകയാണ്. കാരണം ഫുഡും കഴിച്ചിട്ട് ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കടൽ കാണണമെങ്കിൽ കണ്ടോളൂ. അതിന്റെ എൻട്രി അപ്പുറത്താണമ്മേ. ഈ നട്ടപ്ര വെയിലത്ത് കടലിനൊരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ. നമ്മൾ വെയിലടിക്കുമ്പോൾ നമ്മളൊരു ഗോൾഡിഷ് കളർ ആവത്തില്ലേ, ഞാനിപ്പം അയക്കുന്നുണ്ടോ അതുപോലെ കടലിന് ഒരു വെള്ളത്തിന് പുറത്ത് സൂര്യൻ ഇങ്ങനെ ഒരു എന്താണ്, ഒരു നല്ലൊരു എന്തിനു പറയുന്ന ഒരു ലൈറ്റ് അടിച്ച പോലെ. അങ്ങനെ എല്ലാത്തിനും കൂടെ ഒറ്റ എൻട്രി ആണെന്നൊരു സംശയം. ഞാനിവിടെ വന്നിട്ട് 4 വശവും അതിൽ കെട്ടിയിട്ടേക്കാണ്. സോ നമ്മളിപ്പോൾ ഇതിനൊരു വലത്ത് വെച്ച് ഫിനിഷ് ചെയ്യും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോഴും കൺഫ്യൂഷനിൽ തന്നെയാണ് എവിടെയാണ് ഇതിൻ്റെ എൻട്രി എന്നുള്ളത്. എൻട്രി നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുള്ളൂ. സത്യം പറയാമല്ലോ, കാലൊക്കെ കിഴക്കുന്ന ബീച്ചിലെ മണ്ണറിയാമല്ലോ, നല്ല പൊതഞ്ഞ മണ്ണ. അപ്പം കാല് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. പിന്നെ കൂടെ കുടയും ഉണ്ട്.
ഒരു വെയിറ്റ് ബാഗും ഉണ്ട്. ബാഗിൽ എന്താണ് ഒരു കുപ്പി വെള്ളമുണ്ട്. വീട്ടിൽ നിന്ന് എടുത്തതാണ്. തിയേറ്ററിൽ വെച്ച് കുറച്ച് കുടിച്ചായിരുന്നു. ബാലൻസ് ആദ്യം തന്നെ ഉണ്ട്. ബാക്കി രണ്ടുപേരും വെയിലും കൊണ്ട് വരുന്നുണ്ടേ. അവർ സംസാരിച്ചു തരികയാണ്. അവർ വിചാരം എനിക്ക് ഏതാണ്ട് അറിയാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു അവിടെ എൻട്രി എന്നും പറഞ്ഞാണ് ഞാൻ ഇതിനിപ്പോൾ ഒരു വട്ടം വലം വെപ്പിച്ചു. അങ്ങനെ നമ്മൾ വളരെ ഭംഗിയായി ചമ്മിയിരിക്കുകയാണ്. ഇതിനകം ഒരു എൻട്രിയേ ഉള്ളൂ. നമ്മളിപ്പം ഈ ഒരു സംഭവത്തിന് ചുറ്റും, അതായത് വാട്ടർഫോളും ഗാർഡനും എല്ലാം കൂടെ ഒറ്റ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് വരുന്നത്. നമ്മളിപ്പോൾ അതിനെ വലം വെച്ച് കഴിഞ്ഞു ഭംഗിയായിട്ട്. ഇനി തിരിച്ചിതിൻ്റെ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. എൻട്രൻസിൽ നടന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇനി അകത്ത് കയറും. ഉണ്ണിയുടെ മുഖം നോക്കും. ഉണ്ണി ഇത്ര നടന്നതിൻ്റെ ദേഷ്യത്തിലാണ്. വയ്യ, ഉണ്ണി നടന്ന ചത്ത് ക്ഷീണിച്ച്. ഉണ്ണിക്കിനി വയ്യ. കഴിച്ചും കൂടെ കഴിഞ്ഞുകൊണ്ടേ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയതല്ലേ ഉള്ളു. അപ്പൊ അതിന്റെ ക്ഷീണവും ഈ വെയില് ബീച്ചിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ബീച്ചിലെ ഒരു വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള വെയിലാണ്. കാരണം ഒരിത്തിരി തണല് പോലും ഇല്ല. അപ്പൊ നമ്മള് ശരിക്കും ടയർഡായിട്ടോ. ഇനി ഒന്നും നോക്കത്തില്ല, നേരെ എൻട്രൻസിന് അവിടെ ചെന്ന് വൈകുന്നേരമായി തുടങ്ങിയപ്പോൾ തന്നെ ചായക്കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ അത് നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ യുദ്ധക്കപ്പല്. ഇതൊരു കുറച്ച് വർഷം ആയുള്ളൂ ഇപ്പൊ ആലപ്പുഴ ബീച്ചിൽ കൊണ്ട് വെച്ചിട്ട്. ആൻഡ് ഇതിവിടെ ഇങ്ങനെ കാഴ്ചക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാജിക് വാട്ടർഫോള്. ഞാനും എല്ലാവരെയും പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പക്ഷേ നനയണമെന്നൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കണമെന്നേ ഉള്ളായിരുന്നു. ബേസിക്കായിട്ട് ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെന്നു, കാല് നനച്ചു, പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആൻഡ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കും ഇതുപോലെ കുളിക്കണം, നനയ്ക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് തന്നെ ഷോർട്സും ടീഷർട്സും ഒക്കെ ഷോപ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. പിന്നെ കൂടാണ്ട് ഇതിനുള്ളിൽ തന്നെ ഡ്രസ്സിങ് റൂംസും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മാറി അടുത്തൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നേരെ പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു പ്ലേസിലേക്ക് എത്തുന്നത്. കംപ്ലീറ്റ്ലി കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ആൻഡ് ഓൾസോ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നടന്നു വരുന്നവർക്ക് കുറച്ച് നേരം ഇരിക്കാൻ സ്പേസും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറൊരു കൺട്രിയുടെ വൈബ് തരുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇതുവഴി നടക്കുമ്പോൾ. ആൻഡ് അടിപൊളിയായിരുന്നു ഇതുവഴി നടന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു ലോകത്തേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇത് ഓരോന്നും ഓരോ ഫ്ലവേഴ്സാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നും. ആൻഡ് ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ. എല്ലാം വെറൈറ്റി ഫ്ലവേഴ്സാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ലൈറ്റ്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കത്തുള്ളൂ. ആൻഡ് എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺസ് ആണ് കിടുവായിട്ടുള്ളത്. അടുത്തത് നമ്മൾ കയറി വരുന്ന ഒരു കേവ് പോലത്തെ സംഭവത്തിനുള്ളിലോട്ടാണ്. അതിൽ കംപ്ലീറ്റ് കണിക്കൊന്ന പോലെ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിട്ടേക്കുന്ന ഫ്ലവേഴ്സാണ്. പിന്നെ കണിക്കൊന്നയുടെ കളർഫുൾ വേർഷൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇതെന്തോ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് മെറ്റീരിയൽ വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു അടിപൊളി ഫീലാണ് ഇതിനുള്ളിലൂടെ കയറി നടക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഫ്ലവേഴ്സിന്റെ ഇടയ്ക്കിടുന്നൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫുൾ ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ കിടുവായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ എവിടെയോ നമ്മുടെ നാട്ടിലാണെന്നുള്ള ഫീൽ വരത്തില്ല. വേറെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും ആർച്ച് തന്നെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഇതിന്റെ ഷേപ്പ് ഒരു പാർഷ്യൽ ഹാർട്സ് എന്നുള്ള ഒരു രീതിയിൽ ഷേപ്പ് വ്യത്യാസമുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇങ്ങനെ അതിലിങ്ങനെ സ്പോഞ്ച് പോലത്തെ സംഭവമുണ്ട്. അതിലിങ്ങനെ കുത്തി കുത്തി വെച്ചേ കാണാൻ. ഇത് നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്.
നിങ്ങൾ കണ്ടോ ആ പോകുന്ന എന്താന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് മറ്റേ സംഭവമാണ് കേട്ടോ, എന്തോ ഒരു സംഭവം. എനിക്ക് കഴിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ അങ്ങ് വരെ ഓരോ സാധനങ്ങളുടെയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്താ, ഞാൻ വ്ലോഗ് എടുക്കുന്നത് ശരിയല്ല, അതിന്റെ ഡയറക്ഷൻസ് ആണ് ഇവിടെ എന്റെ അമ്മയും അനിയനും കൂടെ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രോപ്പർ വ്ലോഗ് അല്ല, എനിക്ക് വ്ലോഗ് എടുക്കാൻ അറിയത്തില്ല. അപ്പൊ വ്ലോഗ് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ള ടീച്ചിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പം എന്ത് തോന്നുന്നു ഞങ്ങൾ പറയുന്ന എന്തെങ്കിലും വാല്യുബിൾ പോയിന്റ്സ് ഇപ്പൊ വാല്യുബിൾ പോയിന്റ്സ് ഇവിടെ ക്യാമറ ഇതല്ലേ അപ്പൊ ഇത് പറയുന്നതിൽ എന്തെങ്കിലും വാല്യുബിൾ പോയിന്റ്സ് ആണെന്ന് അക്കയ്ക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് എന്തെങ്കിലും എക്സ്ട്രാ പറയുന്ന കാര്യം? ഇവൻ പറഞ്ഞത് ആക്ച്വലി 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 100% ഒന്നും ഞാൻ പറയുന്നില്ല, മേ ബി ഒരു 20, 30, 35. അപ്പൊ നമുക്ക് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എല്ലാം കേൾക്കുക, എന്നിട്ട് അതിനകത്ത് അതൊന്ന് കുക്ക് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ അല്ലേ ഇമ്പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ ഞങ്ങളൊരു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ല, ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. നോക്കാം അപ്പൊ എന്താണ് അക്കയ്ക്ക് അപ്പൊ അതിനെപ്പറ്റി പറയാനുള്ളത്? അക്കയ്ക്ക് അത് അഭിപ്രായങ്ങൾ എങ്ങനെ തോന്നുന്നു? എന്തൊക്കെയാണ് അക്കയ്ക്ക്? എന്നെ സംബന്ധിച്ച് നീ പറഞ്ഞത് 100% ശരിയായിട്ടാണ് തോന്നിയത്. പക്ഷെ പെർസെന്റേജ് കണക്കൊന്നും പറയണ്ട, അതൊന്നും നോക്കില്ല, സമ്മതിച്ച് നോക്കിയില്ല. പക്ഷെ ഇവൻ പറഞ്ഞു വെച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവൻ പറയുന്ന രീതിയിലൊക്കെ വ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂവേഴ്സ് കൂടാനും. അപ്പൊ എനിക്കിപ്പോ ഇത് പറയാനുള്ള ഞാനൊന്ന് പറയട്ടെ, നമ്മളൊക്കെ കുറെ വ്ലോഗേഴ്സ് ഒക്കെ നമ്മുടെ കാർത്തിക് സൂര്യയുടെ ഒക്കെ വ്ലോഗ്സ് ഒക്കെ കണ്ട് നമ്മൾ അതിന്റെ ഒക്കെ ഫാനല്ലേ. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഗൈസ്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. അങ്ങനെയല്ല, അവൻ പറഞ്ഞത് കുറെ കാര്യങ്ങളൊക്കെ ശരിയുണ്ട്. അങ്ങനെ എടുക്കണം, ഇങ്ങനെ പോയിന്റ് ഓഫ് വ്യൂവിന് സംസാരിക്കണം, ഇതിനെപ്പറ്റി സംസാരിക്കണം. ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു തലയാണ് ഈ കാണുന്നത്. എന്നാലും ഒരുപാട് ഐഡിയാസ് ഉള്ള തലയാണ്. എനിക്ക് ഇപ്പൊ തന്നെ കുറെ ഐഡിയാസ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്താണ്, ഞാൻ ഇങ്ങനെ പബ്ലിക്കലി വ്ലോഗ് ഒക്കെ എടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഷെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എങ്ങനെ സംസാരിക്കണം, എന്തിനെ പറ്റി സംസാരിക്കണം, ഇതൊക്കെ ഇവൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ സംസാരിച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവും, അവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഇവരാണെന്ന് അങ്ങനെയൊക്കെയുള്ള ചിന്ത കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഒരു വ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവൻ ഈ കംപ്ലൈന്റ് പറയുന്നത്. ഞാൻ അപ്പം നമ്മളൊരു വ്ലോഗർ ആവുന്ന നിമിഷം മുതൽ നമ്മൾ ഇതൊക്കെ ഒരു വ്ലോഗറായി തുടങ്ങിയാലും നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ പുതിയ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടിരിക്കുക, പ്രസന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം മേ ബി പറഞ്ഞ കണക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, അതായത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ എത്ര നാളുകൾക്കുള്ളിൽ അടിപൊളിയാവും? എന്താണ് അഭിപ്രായം? ഇപ്പം നിലവിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 months, ഇതിപ്പോ 4th month ആവുന്നേ ഉള്ളൂ. 3ാമത്തെ മാസം ആയതേ ഉള്ളൂ, 4ാമത്തെ മാസം തുടങ്ങാൻ പോകുന്നു. 4ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാനൊരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ഇതൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 3 മാസത്തിൽ അപ്പം എൻ്റെ അനിയൻ്റെ കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ വ്ലോഗ് പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളതാണ്. പ്രോപ്പറായിട്ട് എടുക്കുന്നില്ലെന്ന് പറയാനായിട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. എൻ്റെ ഒരു സജഷൻസ് പറഞ്ഞാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള. അപ്പൊ അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കറിയത്തില്ല, നമ്മളീ പറഞ്ഞിരിക്കുന്ന വ്ലോഗൊക്കെ കണ്ട വ്യൂവേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവിന്, ഒരു കുറെ വ്ലോഗ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യൂവർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. എനിക്കറിയത്തില്ല, അതിനകത്ത് കുറച്ച് പോയിന്റ്സ് എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം 3 മാസമായല്ലോ വ്ലോഗ് തുടങ്ങിയിട്ട്, ചെറിയ രീതിയിലാണെങ്കിൽ വ്ലോഗ് തുടങ്ങിയിട്ട്. വ്ലോഗിൽ എത്ര വ്യൂസ് ആണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ എത്ര വ്യൂസ് ആണ് വ്ലോഗിലുള്ളത്? പറ എത്ര വ്യൂസാണ് ഉള്ളത് വ്ലോഗിൽ? ഇപ്പൊ ഏകദേശം ഒരു 35 to 40, മാക്സിമം 35-40 വ്യൂസേ ഉള്ളൂ ഗൈസ്. പക്ഷെ അത് ലാസ്റ്റ് ഇട്ട വ്ലോഗിനാണ്, അതായത് ലാസ്റ്റ് ഞാനൊരു ഔട്ടിംഗ് വ്ലോഗ് ഇട്ടായിരുന്നു, അതിനാണ് അത്രയും വ്യൂസ് വന്നത്. അല്ലാണ്ട് മുമ്പ് ഇട്ടതിനൊക്കെ 120, 120 ഒക്കെ ഉണ്ട്. പക്ഷെ ഗൈസ് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആവണമല്ലോ. എന്ന് വെച്ചാല് ബേസിക്കലി നമ്മളിപ്പം ഒരു വ്യൂവറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വ്ലോഗ് പറയുന്ന ആളെന്ന് പറയുന്നത് ഇപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒക്കെ അറിയാവുന്ന എൻ്റെ ചേച്ചിയാണിത്. അപ്പം അക്കെ അറിയാവുന്ന, അതായത് ഡയറക്റ്റ്
അറിയാവുന്ന ആൾക്കാർ ഏതാണ്ട് 50 ആൾക്കാരാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഈ അതിനകത്ത് തന്നെ 35 പേരെ ഈ പറയുന്ന വ്ളോഗ് കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അടുത്തറിയാവുന്ന ആളെന്നുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അമ്മ ഇപ്പോൾ ഒരു വ്ളോഗ് ഇടാണെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻ്റ് അല്ലേ, അപ്പം നമുക്കതൊന്ന് കാണാൻ തോന്നത്തില്ലേ? അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ 50 പേരുണ്ട്. എന്നിട്ട് അത്രയും ആൾക്കാർക്ക് പോലും കാണാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം അത് വീഡിയോ എടുത്ത ആളുടെ പ്രസൻറ്റേഷനും ഒക്കെ ആണല്ലോ. അപ്പം നമുക്കിപ്പോൾ നമ്മളോട്ടൊരു ബന്ധമില്ലാത്ത ഒരാളുടെ വ്ളോഗ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും പ്രസൻറ്റേഷനും അങ്ങനെയുള്ള ആ ഒരു വൈബും ഒക്കെ കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള വൈബും കാര്യങ്ങളൊക്കെ കൂട്ടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് ഈ കാണുന്നത്? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം എന്തായാലും ഇപ്പം ഒരു വ്ളോഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി അല്ലേ? അതെ, 3 months കഴിയാറാവും. അഥവാ 3 മാസം ആയിട്ടില്ല ഗൈസ്, 3 മാസം ആകാൻ പോകുന്നു. 3 മാസം ആകാൻ പോകുന്നു. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരു വ്ളോഗർ എന്നുള്ള രീതിയിൽ 3 മാസം കൊണ്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നു, കുറച്ച് കൂടെ ഇമ്പ്രൂവ് ആവണമെന്ന് അക്കേനെ പറയുന്നു. അതൊക്കെ ഇമ്പ്രൂവ് ആവും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് തന്നെ അക്കയും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലത്തിനുള്ളിൽ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്തത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പറയും. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാന്ന് വെച്ചോ, സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ വോയിസിൽ വീഡിയോസ് ഇടണം, വ്ളോഗ്സ് ഒക്കെ എടുക്കണം. അപ്പം നമ്മൾ മനസ്സിനെ പ്രിപ്പയർ ആക്കിയിട്ടാണ് ഓരോന്നിലേക്ക് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ടൈം വേണം അല്ലേ? നമുക്ക് ടൈം വേണം. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ചോദ്യത്തിന് മാറിപ്പോയി ഗൈസ്. ഞാൻ ചോദിച്ചത് എന്താണ് പഠിച്ചത് 3 മാസം കൊണ്ടെന്ന്. അപ്പം എങ്ങനെ തുടങ്ങണമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ 3 മാസം കൊണ്ട് ഒക്കെ എന്താണ് പഠിച്ചത്? ഈ 3 മാസം കൊണ്ട് വ്ളോഗർ എന്നുള്ള രീതി കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആയി കാണത്തില്ലേ? എന്തൊക്കെയാണ് ഒരു വ്ളോഗറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് പറയും? ഞാൻ പഠിച്ച എന്തൊക്കെയാന്ന് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടില്ല. ഞാനിപ്പം നിലവിൽ പഠിച്ചിട്ടുള്ള എന്തൊക്കെയാന്ന് പറയാം. ഞാൻ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പഠിച്ചില്ല, പക്ഷെ എങ്ങനെ എടുക്കണം എന്നുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുണ്ട്. അതുപോലെ എഡിറ്റിങ് കുറേയൊക്കെ ഞാൻ പഠിച്ച് വരുന്നുണ്ട്. പിന്നെ ഓൺ വോയിസിൽ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കണം, എവിടെ നോക്കി സംസാരിക്കുന്നത്. ആദ്യമേക്ക് വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടായിരിക്കും സംസാരിച്ചിരുന്നത്. ഇപ്പം ക്യാമറയിൽ ഫേസ് ചെയ്തിരുന്ന ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പഠിച്ചു. അപ്പം അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇനിയും ഭാവിയിൽ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിലവിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഗൈസ്, ഞാനിപ്പം അക്കയ്ക്ക് കൊടുത്ത സജഷൻസിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഞാൻ കൊടുത്ത സജഷൻസിൽ ഒന്നെന്ന് പറയുന്നത് പറഞ്ഞ ഇപ്പം ഞാൻ അക്കയുടെ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഞാനൊരു അക്കയുടെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഈ പറയുന്ന വ്ളോഗറിന് ഒരു വ്ളോഗർ ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പം അത് ആ വ്ളോഗറിന്റെ സ്റ്റൈലിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്, അതോ പറയുന്ന കണ്ടന്റിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ് അക്കയുടെ അഭിപ്രായം? നമുക്ക് ചോദിക്കാമല്ലോ. ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ റദ്ദാക്കണം. ഇത്ര നേരം എന്നെ കിടന്ന് വഴക്ക് പറഞ്ഞ ഈ കാര്യത്തിനാണ്. വഴക്ക് പറഞ്ഞല്ലേ ഗൈസ്? നമ്മൾ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ ഒരു നമ്മൾ എന്താ പറയുന്നത്, ഒരു ഡിബേറ്റ് അല്ല, ജസ്റ്റ് ഒരു പ്രസംഗത്തിന്റെ പരിപാടിക്ക് ഇതേപോലെ ലൈവായിട്ടൊരു ടോപ്പിക്കാണ് നമ്മളങ്ങനെ സംസാരിക്കണം. ആ പരിപാടി ഇല്ലേ, അങ്ങനെ ഇതേപോലെ ഒരു കുട്ടി ഇതേപോലെ കയറിയിട്ട് ആ കുട്ടി ഇതേപോലെ സ്റ്റൈലിന് ഫോക്കസ് ചെയ്തു. പറയുന്ന കണ്ടന്റിനേക്കാൾ കൂടുതൽ സ്റ്റൈലിന് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റൈലിന് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും ഈ പറയുന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തത ഇല്ലായ്മ എന്ന് വെച്ചാൽ എന്തൊക്കെയോ പറഞ്ഞു വിടുന്നു, ഒരു ഐഡിയ പ്രോപ്പറായിട്ടില്ലാതെ അങ്ങനെ ഒരു സ്റ്റൈലിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും കണ്ടന്റ് ഭയങ്കരമായിട്ട് അലമ്പായി പോകുന്ന പോലെ എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒക്കെയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ സ്റ്റൈലിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഈ പറയുന്ന കണക്ക് കണ്ടന്റ് ചിലപ്പം ഡള്ളായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടന്റിന് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അക്ക പറയുന്നത് വെച്ചാൽ കണ്ടന്റിനും സ്റ്റൈലിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ്. അപ്പം അതും ശരിയാണ്, അതും കറക്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതാണ് കറക്റ്റ്. സ്റ്റൈലിനും കണ്ടന്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റൈല് മാത്രം കണ്ടന്റ് അലമ്പാ വരത്തില്ലോ. ഓക്കെ, അപ്പം അടുത്തൊരു ചോദ്യം. ഇപ്പോൾ സ്റ്റൈലും കണ്ടന്റിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ ചോദിക്കണം ഗൈസ്? നമുക്കിനി എന്തൊക്കെയാണ് അക്കയോട് ചോദിക്കാനായിട്ടുള്ളത്? ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഗൈസ്. ഇപ്പം നമുക്കൊരു വ്ളോഗ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വൈബ് വേണം. ഒരു വൈബ് സൃഷ്ടിക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു വ്ളോഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു എനർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണ്ടേ? അപ്പം ഗൈസ്, അപ്പം ഞാൻ അക്കയോട് ചോദിക്കുകയാണ്, അക്കയുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഗ്യാങ്ങുമായിട്ടുള്ള ഒരു ഹാപ്പി മൂമെന്റ്സ് അതൊക്കെ വ്ളോഗിനകത്ത് എന്തെങ്കിലും വരുമോ? ഏതെങ്കിലും കാലത്ത് വരുമോ? നിങ്ങൾ അക്കയുടെ ഇതേപോലെ എന്താണ് ഗ്രാജുവേഷൻ ഡേറ്റ് ആയില്ല, ഗ്രാജുവേഷൻ ഡേറ്റ് ഉടനെ വരുന്നുണ്ട് ഗൈസ്. അപ്പം അന്ന് വരുന്ന സമയത്ത് ഇതേപോലെ ഇവരുടെ ഫ്രണ്ട്സും ഇവരുടെ ഗ്യാങ്ങും ഒക്കെ ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പം അതിന് മുമ്പേ വല്ലതും കാണാൻ സാധ്യതയുണ്ടോ? ഈ ഗ്രാജുവേഷൻ്റെ ഡേറ്റ് എന്നാ?
ഡേറ്റ് വന്നിട്ടില്ല ഗൈസ്. അപ്പം ഡേറ്റ് വന്നാൽ അന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും ചില്ല് ചെയ്യുന്നുണ്ടോ, അതൊക്കെ വ്ളോഗ് ആക്കുന്നുണ്ടോ, എന്താണ്? നിലവിൽ എന്റെ അഭിപ്രായം വെച്ച് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം. ഇതുവരെ ആരും ഇടാത്ത രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പൊ അതിനെപ്പറ്റി ഒരു വ്ളോഗ് ഇടണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അന്നത്തെ തിരക്കുകളും കാര്യങ്ങളും വെച്ച് അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കിപ്പോ പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അക്കയുടെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ വ്ളോഗ് ചെയ്യുന്നതിന് എന്താണ് നല്ല, അതായത് നല്ല എനർജറ്റിക് ആയിട്ട് കൂടെ നിൽക്കുന്നുണ്ടോ, എങ്ങനെയാണ്? കുഴപ്പമില്ല, എല്ലാരും നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. എനർജറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ എന്റെ അത്ര ആരും എനർജറ്റിക് അല്ല, എന്നാലും അതൊക്കെ ചുമ്മാ. ലോകത്ത് എനർജിയുടെ ഒരു പട്ടിക വെക്കുവാണെങ്കിൽ ലാസ്റ്റ് താളായിരിക്കും. അങ്ങനെ പുച്ഛിക്കണ്ട. ഇപ്പൊ നോക്ക് എനിക്ക് എന്ത് എനർജിയാണെന്ന് ഞാൻ. അതെ കാറ്റടിച്ച പറഞ്ഞു പോകും. ഇല്ല, ഞാൻ ഇത്രയും പബ്ലിക് പ്ലേസിൽ നിന്ന് ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുന്നില്ല, അത്രയൊക്കെ ഞാൻ പഠിച്ചില്ലേ. അത് ഗൈസ്, ഞാൻ ഇപ്പൊ കുറച്ച് ആൾക്കാർ കുറഞ്ഞിരിക്കുന്ന സമയം, അതുകൊണ്ടാണ് പബ്ലിക് പ്ലേസിൽ ഇരുന്ന് സംസാരിക്കുന്നത്. എന്നാലും പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, ആൾക്കാരൊക്കെ വന്നിട്ട് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് വിരമിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ആംബിയൻസിനെ പറ്റി സംസാരിക്കാം. ഇതേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഈ പൂക്കളുടെ പറ്റിയിട്ട് എന്താണ് ഇവിടെ? കയ്യിലുള്ള പൂ ഏതാണ്? കയ്യിലുള്ള പൂവിന്റെ പേര് പറയൂ. ഇത് റോസാപ്പൂ. അതെന്ത് പൂവാണ്? ആ ഓറഞ്ച് കളർ ഇരിക്കുന്ന എന്ത് പൂവാണ്? ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. പ്ലാസ്റ്റിക്കും ഇതെന്ത് മെറ്റീരിയൽ ക്ലോത്ത് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ ഇത് എന്ത് പൂവാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതേപോലെ വീഡിയോസ് ഒക്കെ അല്ല, ഇതേപോലെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നു ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പ്രൂ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ട് പറ്റുമോ? പറ്റും. ഇതുപോലത്തെ പറ്റത്തില്ല, പക്ഷെ വെറൈറ്റി ആയിട്ട് വേറൊരു രീതിയിൽ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തില് ഒക്കെ ക്രാഫ്റ്റ് വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര പ്രോ ഒന്നുമല്ല, പക്ഷെ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ അക്കയ്ക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ അക്ക അത് ട്രൈ ചെയ്യുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു, ഓക്കെ, അപ്പൊ ഇത് പറ്റുന്ന കാര്യമാണോ? അല്ലേ, ഇപ്പൊ പറയണം. ഇത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പൂ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എളുപ്പമല്ലെന്ന് തോന്നുന്നില്ലേ? എളുപ്പമല്ലേ ഗൈസ്, എന്നാലും ശ്രമിച്ചു നോക്കൂ. ഉറപ്പായിട്ട് ശ്രമിച്ചു നോക്കും. അപ്പൊ ഇവിടെ ഉള്ള ഇതിനകത്തുള്ള ഒരു 10 പൂവിന്റെ പേര് പറ. വെള്ള റോസാപ്പൂ അല്ല, വെള്ളയല്ല ഗൈസ്, അതൊരു നീല പോലെ എന്തോ ഒരു കളർ റോസാപ്പൂ. വെള്ള റോസാപ്പൂ. അടിപൊളി ഗൈസ്. 10 പൂക്കളുടെ പേര് പറയുമ്പോൾ 10 കളറിലുള്ള റോസാപ്പൂവിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അത് പറ്റത്തില്ല, റോസിന്റെ ഒരു എനവേ പറ്റത്തുള്ളൂ, ബാക്കിയുള്ള വേറെ പൂക്കൾ പറയാം. കംപ്ലീറ്റ് ഉള്ളതും പൂക്കളാണ്. അല്ല, ഇവിടെയുള്ള കംപ്ലീറ്റ് റോസാപ്പൂക്കളാണ്, പക്ഷെ എല്ലാം വെറൈറ്റി കളേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഇന്ന കളർ ഇന്ന പൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് തന്നെ ഉണ്ട്, ഇത് എന്ത് പൂവാണെന്ന് അറിയാം. എനിക്കറിയില്ല എന്ത് പൂവാ, ഞാൻ കണ്ടിട്ടില്ല. ഗൂഗിൾ ജിമിനി കമോൺ, ജിമിനി ചെയ്ത് നോക്കിയാ പോരെ. എന്ത് പൂവാണല്ലേ കാണിച്ച്? അല്ല ഗൈസ്, ഇത് എന്ത് പൂവാണിത്? നിങ്ങൾ ഈ പൂ കണ്ടിട്ടുണ്ടോ? ഡാലിയയോ? വലിയ പൂ ഡാലിയ. ഇതെന്തോ, ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേരാണ് നമുക്ക് അറിയേണ്ടത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പൂ? ഡാലിയ കുഞ്ഞെന്ന് എന്ത് പറയണം ഗൈസ്? ഡാലിയ കുഞ്ഞെന്നാണ് ഈ സാധനം പറയുന്നത്. കമോൺ, പിടിച്ചോ. അത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി ഞാൻ അക്കയുടെ കയ്യിലോട്ട് ക്യാമറ കൈമാറുന്നു. ഇപ്പൊ വാഴയുടെ റിവ്യൂ പറയുന്നില്ലേ? വാഴയുടെ റിവ്യൂ ഗൈസ് പറയാം. അതായത് വാഴയുടെ റിവ്യൂയെ പറ്റി പറയുകയാണെങ്കിൽ, ഗവൺമെന്റ് സ്കൂളിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ആഷിർ എന്ന് പറയുമ്പോഴത്തേക്കും, ആഷിറിൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര, ബേസിക്കലി ആഷിറിൻ്റെ ഒക്കെ തുടക്കത്തിലുള്ള വീഡിയോസ് മുതൽ നമ്മൾ കാണുന്നൊരു വ്യൂവറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഗ്രോത്തും പുള്ളി ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ഒരു പൊസിഷനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും വിചാരിച്ചില്ല. ആഷിറിൻ്റെ ഒരു മൂവി വാഴ 2 ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്യാൻ ഹാഷിറിനെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല പേഴ്സണലി. അപ്പം അത് ഹാഷിറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ നല്ല ആക്ടിങ്ങും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എന്തൊരു അടിപൊളി സിനിമയാണ് ഗൈസ്. അത് കണ്ടിരിക്കേണ്ടതാണ്, ഉറപ്പായിട്ടും കണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ മസ്റ്റ് വാച്ചായിട്ടിരിക്കുന്ന കുറേ സിനിമകളില്ലേ,
അപ്പം അതിനകത്ത് അങ്ങനെ ഒരു ലിസ്റ്റ് ഇപ്പം ഇപ്പം എൻ്റെ പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേർക്ക് സിനിമ കാണാനായിട്ട് ഒരു ലിസ്റ്റ് എഴുതി കൊടുക്കുവാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് സിനിമകളെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിലൊരെണ്ണം വാഴ 2 ആയിരിക്കും. അങ്ങനെ നമുക്കൊരു സിനിമ ഓഫ് ദ സെഞ്ചുറി എന്നൊക്കെ പറയുന്ന ഒരു സാധനമായിരുന്നു വാഴ 2. അപ്പം നല്ലൊരു അടിപൊളി സാധനമാണ് ഇത് ഗൈസ്. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ പുള്ളിയുടെ ആഷൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഇതായി പോവോ, എന്തിനു പറയുന്നു, നെഗറ്റീവാ? അല്ല നെഗറ്റീവ് അല്ല, ഇതാവത്തില്ലേ എന്ന് വെച്ചാൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന പോലെ ആവത്തില്ല, എന്ത് പറയും, അങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ ആയിപ്പോ. അപ്പൊ അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയി കാണുക. അതായത് നമ്മൾ ചില ആൾക്കാരുണ്ട് ഇതേപോലെ പൈസ ഇട്ടിട്ട് സിനിമകൾ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന. പക്ഷേ ഇത് മസ്റ്റ് വാച്ചാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് പൈസയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഓവറായിട്ട് സംസാരിക്കും, പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം, ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സിനിമകളിൽ ഒന്നാണ്. ഞാൻ എന്തൊക്കെയോ കൂടുതലായിട്ട് പറഞ്ഞു ഗൈസ്, പറഞ്ഞാൽ 3 വട്ടം പറഞ്ഞു. അപ്പം എനിക്കറിയാം, ഞാൻ ബ്ലോഗിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെന്തുവാ, എൻ്റെ പൊന്നു ഗായ്സ്, അടിപൊളി സാധനം. ഇത് ഇങ്ങനെ വെക്കുന്നതാണെന്തോ അടിപൊളിയായിട്ടുണ്ട്. കണ്ണൊന്നും കണ്ടുകൂടാ, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആന അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. കൊമ്പ് മാത്രം സ്പോഞ്ച് കൊണ്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെന്താണ്, ഇതൊരു മയിലാണ്. മയിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുക, നമുക്ക് മയിലിനെ കാണാം. പിന്നെ മാനും ഒക്കെ ഉള്ള ഫ്ലവർ തികഞ്ഞിട്ടായിരിക്കും. മാനൊരു ഫ്ലവർ വെച്ചിട്ടില്ല. ആൻഡ് പിന്നെ വന്ന് ഇവിടെ താണ്ടൊരു ഭീകരൻ ഒച്ചുണ്ട് ഗൈസ്, വെച്ചുണ്ട്. അത് പിള്ളേരൊക്കെ കയറി നല്ല സ്പോഞ്ച് ഓൾറെഡി പോയി കിടക്കുകയാണ്. സോ ഒച്ചിൻ്റെ കണ്ണാണല്ലേ, ഞാൻ ഒച്ചിൻ്റെ മുഖം തപ്പോ നിന്നുകൊണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 മഷ്റൂംസ് ഉണ്ട്. ആൻഡ് ഇതെന്താണ്, ഇത് പോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഏറ്റവും വലിയൊരു എയറോപ്ലെയിൻ. പക്ഷെ ഇതിന്റെ ഫുള്ള് ഇതല്ല, പൂക്കളല്ല, കുറേയൊക്കെ പച്ചപ്പ് നിറഞ്ഞ എയർപ്ലെയിൻ ആണ്. ആകെ ഇവിടെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ, ഐസ്ക്രീം കട. പിന്നെ ഈ ഒരു അരേനെ കണ്ടോ, കൊള്ളാം. ഇത് ഭയങ്കര നമുക്ക് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും. നിങ്ങളുടെ ഫോട്ടോ എടുത്താൽ മതിയാ? ഒരു ഹൈ പറഞ്ഞേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. അമ്മ ഒരു ഹൈ പറയൂ. അമ്മ ഹൈ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തില്ല. നോക്കൂ, ഈ അരേനത്തെ കണ്ട എന്ത് കിടുവാന്ന് നോക്കി. ഈ അരേനം നമുക്കൊന്ന് തൊട്ട് നോക്കാവേ. ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ കാണുന്നല്ല ഓരോ ഹാറ്റ്സ് ആണ്. ഈ ഹാറ്റ്സിന് താഴെ ഇരിക്കാനായിട്ട് ചെറിയ ഒരു വിശ്രമ കേന്ദ്രം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കിട്ടുവാണ് കേട്ടോ. പിന്നെ ഈ തുണിയിൽ പെയിന്റ് വെച്ച് ഉണക്കി വെച്ചേക്കുന്ന സംഭവമാണത്. അത് ഒരു പച്ചപ്പിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി പോലെ അവർ വെച്ചേക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാനുണ്ട് കേട്ടോ. മാന്, മഷ്റൂംസ് ഉണ്ട്. കൂടുതൽ ഐറ്റംസ് സ്പോഞ്ച് വെച്ചിട്ടാണ്. ഇവിടെ ഫോട്ടോ എടുക്കാം. ഇത് കണ്ടോ, ഇതൊരു ലേഡി ഡാൻസ് കളിക്കുന്ന ഒരു പോസാണ്. അതിൻ്റെ ലേഡിയുടെ അപ്പർ വേറെന്തോ സംഭവമാണ്. ലോവർ ബോട്ടം പോർഷനാണ്. ഫുൾ കളർഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹംസം, ഇത് 3-4 എണ്ണം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് സംഭവങ്ങളാണ്. പിന്നെ ഇതുപോലെ കുറച്ച് വീടിന്റെ മേക്ക് ഓവേഴ്സ്. ഇത് ഗായ്സ് അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ടീച്ചറിനെ കണ്ടപ്പോൾ അവർ ജസ്റ്റ് ഫോട്ടോ എടുത്തു. അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ ഓൺ ആയി ഗൈസ്. ഫ്രണ്ട്സ്, ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം സമയം 6 o'clock ആയി. സോ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് കുറച്ചും കൂടി ഇരുത്തിയാൽ മാത്രമേ ഈ ലൈറ്റിന്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് കേട്ടോ മയിലിന്റെ ഫ്രണ്ടിലെ വ്യൂ. അടിപൊളിയല്ലേ? കറക്റ്റ് ആ ബ്ലൂ പൂ കൊണ്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മയിലിന്റെ ഫിനിഷിംഗ് ലുക്ക് കൊള്ളാം.
ആൻഡ് ഇവിടെ ഒരു ബട്ടർഫ്ലൈ വരുന്നുണ്ട്. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻസ് എല്ലാം ഓവർ ആയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളിലേക്കാണ് കേട്ടോ. ഇവിടെ ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ട് പോവാം. ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ മേശയും ചെയറും ഇതെല്ലാം വീട്ടിലും മസ്റ്റായിട്ട് വേണ്ടിയാണ്. ഇതാകുമ്പോൾ സ്പേസ് ലാഭിക്കാൻ പറ്റും. അതുപോലെ പിന്നെ കുറേ മാട്രസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി, പണി കിട്ടി. കറണ്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ തപ്പിയാണ് കുറച്ച് നേരം നടന്നത്. അടുത്തുള്ള കടക്കാരെല്ലാം ഫോണിൽ ടോർച്ചൊക്കെ അടിച്ചു തരുന്നുണ്ടായിരുന്നു. ആ വെട്ടത്തിൽ കണ്ടതാണ് കേട്ടോ ഈ അലുവക്കട. അലുവക്കട കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് വാങ്ങിക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് അലുവ അപ്പം തന്നെ വേണം. ഇവിടെ നിന്നപ്പോൾ കറണ്ട് വന്നും പോയി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്ട്രോബെറി അലുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് അവിടുന്ന് വാങ്ങിയത്. പിന്നെ നേരെ വന്ന് കണ്ണുടക്കിയത് ഈ കമ്മൽ കടയിലായിരുന്നു. ഇവിടെ വന്ന് എല്ലാ കമ്മലും നോക്കി, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നേരെ അങ്ങ് നടപ്പ്. ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. എന്തോ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് തോന്നുന്നത്. കറണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നേരെ ചെന്നപ്പോൾ പെട്ടെന്ന് ഉടക്കിയൊരു സംഭവം ആയിരുന്നു കേട്ടോ. ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒരു സ്റ്റോറായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കൂടുതൽ മണി പ്ലാന്റ്സിൻ്റെ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ വെറൈറ്റി കളേഴ്സിൽ വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ഹാളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് വന്നെത്തുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഇവിടെ ഒരുപാടധികം ഫുഡൊന്നുമില്ല, വളരെ സ്നാക്സ്, ഈവനിങ് ടൈമല്ല. അപ്പോൾ സ്നാക്സ് പോലത്തെ സംഭവങ്ങൾ, പാനിപൂരി, ബജികൾ, പിന്നെന്താണ് ജ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടുന്ന് വലുതായിട്ടൊന്നും കഴിച്ചില്ല. ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ 200 രൂപ നല്ല രീതിയിൽ ലാവിഷായിട്ട് എൻജോയ് ചെയ്തു. ഒരു 2-3 മണിക്കൂറിനടുത്ത് ഞങ്ങൾ അതിൻ്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വരുന്ന സെക്ഷനിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പൈസ കൊടുത്ത് റിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഉത്സവത്തിനൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ അതേപോലത്തെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ നേരെ ചെന്നപ്പോഴത്തേക്കും പിന്നെ നേരെ ഇവിടെ വരുമ്പോൾ ആ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഒരു ബലൂൺ കാറ്റ് നിറച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. സോ കുട്ടികൾക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളതൊക്കെ നിന്ന് ആസ്വദിച്ചിട്ട് പോവാണ്. അമ്മേ ചുമ്മാ ഒന്ന് കയറിയിരിക്കേ, ഒന്ന് കയറണ ഈ ട്രെയിനില്. ഈ ഒരു ട്രെയിനിൽ ആർക്കെങ്കിലും കയറണോ? കയറണ ഉണ്ണി? എന്തിനാ? എന്തിലേലും ഒക്കെ ഒന്ന് കേറണ്ടേ? എന്തിലേലും കേറണ? അമ്മക്ക് കേറണ? ഞാൻ കേറണ അക്കയും കേറണം. അതില് ആകാശത്തൊട്ടില്ല. നമുക്ക് എന്തെങ്കിലും പേടിയുണ്ട്, നമ്മൾ അതിനെ അതിജീവിക്കണം. പേടിയൊക്കെ അതിജീവിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കാണുമ്പോ തന്നെ പേടിയാ. പിന്നെ എങ്ങനെ അതിജീവിക്കില്ലേ? കാണാതിരുന്നാ പോരെ, കണ്ണടച്ചോണ്ട് കയറി. അവിടെ കയറി കഴിഞ്ഞാൽ കണ്ടോർന്നാ മതി. നല്ല സ്പീഡിൽ അത് കറങ്ങുന്നത്. ഞാനും കയറാം. അതില് കാണിച്ചു കൊടുക്കും അവസാനം. അതില് ഏറ്റവും മേളിൽ എത്തിയിട്ട് അക്ക കണ്ണു തുറക്കണം. ആ പിന്നെന്താ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും മേളിൽ നിന്നിട്ട് അക്ക റീലെടുക്കണം, ഡാൻസ് കളിക്കുന്നത്. പറ്റുമോ? ഇല്ല, അതൊക്കെയാണ് ടാസ്ക്. ഇങ്ങനെയൊക്കെ ചാലഞ്ച് ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്യാം. ബസ്സൊക്കെ കാണും. അപ്പൊ നമ്മള് 200 രൂപ കൊടുത്ത് അതിൻ്റെ അകത്ത് കയറി എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്ത് അടുത്ത നമ്മൾ നേരെ കടലിലേക്ക് കാല് നനയ്ക്കാൻ പോവാണ്. നമ്മളങ്ങനെ കാല് നനയ്ക്കാൻ പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നുള്ളൂ. ആ തെണ്ടി എൻ്റെ കൂടെ വരുന്നില്ല. ആൻഡ് കടയിൽ കുറച്ച് കൂടുതലും ഉണ്ട്. മൈ ഗോഡ്, നമ്മുടെ വണ്ടർഫോൾ ഉണ്ട്. രാത്രി എപ്പോഴും നല്ല ലൈറ്റ്സ് ഒക്കെ നട്ടുപോലുള്ള DJ പോലെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കടലിൽ ഇറക്കമൊക്കെ കഴിഞ്ഞ് നേരെ നല്ല ദാഹമുണ്ട്, ഒരു വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ വാട്ടർഫോൾ കാണുന്ന എൻ്റെ മക്കളെ അടിപൊളിയാണ് കേട്ടാ. കാരണം ഇപ്പോഴാണ് ഇതിൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയേക്കുന്ന ഒരു DJ പാർട്ടി പോലെ. വേറെ കാര്യമുണ്ട്, എൻട്രൻസിന്റെ മേലുള്ള സംഭവം കണ്ടായിരുന്നു. കണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ എൻട്രൻസിന് മേലുള്ള പരിധി ഞാനിപ്പോഴാണ്. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് എൻട്രൻസ് കാണാം. നമ്മളൊരു വെള്ളം കുടിക്കാൻ വന്നത്, ഇവിടുന്ന് ഒരു സോഡ നാരങ്ങ കുടിക്കാൻ തന്നെയാണ്. കടകളിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. ഈവനിങ് സമയമാകുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ട് വരുന്നത് അല്ലേ?
അതെ അതെ. സർവത്ത് കുടിക്കും. കുടിക്കുമ്പോഴേക്കും ഗ്യാസ് കൂടുതലാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കണം. ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞു വരും. കുറച്ച് ഗ്യാസ് വരും. നല്ല ട്രിക്ക്. ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ ബസ്സിലൊക്കെ കയറി തിരിച്ച് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നത്തെ ഔട്ടിങ്ങും സിനിമയും കറക്കവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. സോ ഈ വ്ലോഗ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.